നമസ്കാരം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കേരളത്തിലെ ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടത്തോടെ നാടുവിട്ടു പോകുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇതിന്റെ കാരണങ്ങളിലേക്കാണ് നമ്മളിന്ന് ആഴത്തിലിറങ്ങി ചെല്ലുന്നത്. അപ്പോ ഈ വിഷയം നമുക്കൊന്ന് ശരിക്കും മനസ്സിലാക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് ഈ മഹാപലായനത്തെക്കുറിച്ചാണ്. പിന്നെ നമ്മൾ പണ്ട് ആഘോഷിച്ചിരുന്ന കേരള മോഡലിനെ പറ്റി പറയും. അതിനുശേഷം ഇന്നത്തെ അവസ്ഥ, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ, എങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് പിന്നിലായി, അവസാനം ചെറുപ്പക്കാരില്ലാത്ത ഒരു ഭാവിയാണോ നമ്മളെ കാത്തിരിക്കുന്നത്? ഇങ്ങനെ ഓരോന്നായി നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് തുടങ്ങാം. ചോദ്യം വളരെ ലളിതമാണല്ലേ? പക്ഷേ ഇതിനുള്ള ഉത്തരം നമ്മളെ കൊണ്ടുപോകുന്നത് ഇന്നത്തെ കേരളത്തിന്റെ അത്ര സുഖകരമല്ലാത്ത ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. കേരളത്തിൽ നന്നായി പഠിക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനോടോ അല്ലെങ്കിൽ ഒരു യുവതിയോടോ ഈ ചോദ്യമൊന്ന് ചോദിച്ചു നോക്കൂ. മിക്കവാറും അവരുടെ മറുപടിയിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ അവസരങ്ങൾ ഒന്നുമുണ്ടാകില്ല. പകരം നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയുള്ള പേരുകളായിരിക്കും: UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി എത്ര വലിയ ലോൺ എടുക്കാനോ അവർ തയ്യാറാണ്. അപ്പോ ഇതൊരു വെറും സംസാര വിഷയം മാത്രമല്ല കേട്ടോ. കണക്കുകൾ നോക്കിയാല് ശരിക്കും ഞെട്ടും. കേരള മൈഗ്രേഷൻ സർവേ പറയുന്നത് ഏകദേശം 20 ലക്ഷം, അതെ 20 ലക്ഷം കേരളീയരാണ് വിദേശത്ത് ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു ഒഴുക്കാണ്. ഈ ഇന്നത്തെ അവസ്ഥയുടെ ഗൗരവം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ടു പോകണം. ഒരു കാലത്ത് രാജ്യം മുഴുവൻ മാതൃകയാക്കിയ ആ കേരള മോഡൽ എന്തായിരുന്നു എന്നോർത്തെടുക്കണം. 90കളിലൊക്കെ കേരളം സാമൂഹിക പുരോഗതിയുടെ കാര്യത്തിൽ ഒരു അത്ഭുതമായിരുന്നു. സാക്ഷരതയുടെ കാര്യം തന്നെ എടുക്കാം. രാജ്യത്തിന്റെ ശരാശരി 52% നമ്മുടേത് 89%. അത് സാക്ഷരതയിൽ മാത്രം ഒതുങ്ങിയില്ല. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം, ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യനിരക്ക്, അങ്ങനെ എല്ലാത്തിലും കേരളം ഒരു പടി മുന്നിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുകരിക്കാൻ പറ്റിയ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ്. ശരി, ഇനി നമുക്ക് ആ ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തിലേക്ക് വരാം. പണ്ട് നമ്മൾ അഭിമാനിച്ചിരുന്ന ആ നേട്ടങ്ങളും ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരനുഭവിക്കുന്ന യാഥാർത്ഥ്യവും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും അതിനനുസരിച്ചുള്ള നല്ല ശമ്പളമുള്ള ജോലി കിട്ടുന്നില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ ബാങ്കിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നു. കഷ്ടപ്പെട്ട് പഠിച്ച നഴ്സുമാർക്ക് ഒരു ദിവസക്കൂലിക്കാരന്റെ അത്ര പോലും ശമ്പളം കിട്ടുന്നില്ല. എന്തിനേറെ, നിയമം പഠിച്ചിറങ്ങിയവർ പോലും മറ്റ് മേഖലകളിൽ ജോലി തേടി അലയുകയാണ്. ഈ ഒരൊറ്റ ഉദാഹരണം മതി ഈ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കാൻ. കേരളത്തിലെ ഒരു ഡോക്ടർക്ക് കിട്ടിയ ജോബ് ഓഫറാണ്. ശമ്പളം എത്രയാണെന്നോ? വെറും 10,000 രൂപ. ഒരു മാസത്തെ ചെലവ് പോലും അതുകൊണ്ട് നടക്കില്ല. അപ്പോ ഇത് നമ്മുടെ ചെറുപ്പക്കാരുടെ കഴിവുകേടാണോ? അതോ വ്യക്തിപരമായ പരാജയങ്ങളാണോ? അല്ല. ഇതിന്റെ യഥാർത്ഥ കാരണം അതിലും എത്രയോ വലുതാണെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിനെയാണ് സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് പ്രശ്നം വ്യക്തികൾക്കല്ല, മറിച്ച് അവർ പ്രവർത്തിക്കുന്ന ആ സിസ്റ്റത്തിന്, ആ വ്യവസ്ഥയ്ക്കാണ്. എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം പരാജയപ്പെടുന്നത്? പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. 1. സ്വകാര്യ മേഖലയിൽ കാര്യമായ വളർച്ചയില്ല. 2. അതുകൊണ്ടുതന്നെ ഉയർന്ന ശമ്പളം നൽകുന്ന നല്ല ജോലികൾ വളരെ കുറവാണ്. 3. ഇതിനെല്ലാം അടിസ്ഥാന കാരണം ഇവിടെ പുതിയ വ്യവസായങ്ങൾ വരാത്തതും നിക്ഷേപങ്ങൾ ഇല്ലാത്തതുമാണ്. കേരളത്തിലെ സിസ്റ്റം ഇങ്ങനെ മുരടിച്ചു നിന്നപ്പോ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ളവർ, ഈ സമയം ശരിക്കും മുതലെടുത്തു. അവർ നമ്മളെക്കാൾ ബഹുദൂരം മുന്നോട്ടു പോയി. ഈ 2000 ആണ്ടിന്റെ തുടക്കം ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ഇന്ത്യയിൽ IT വിപ്ലവം വന്നപ്പോൾ ബാംഗ്ലൂരു, ചെന്നൈയും ഹൈദരാബാദുമൊക്കെ അത് ശരിക്കും ഉപയോഗപ്പെടുത്തി. ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ ഗൾഫ് കുടിയേറ്റത്തിലായിരുന്നു. പിന്നീട് മറ്റ് സംസ്ഥാനങ്ങൾ വലിയ വ്യവസായ സൗഹൃദ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയപ്പോഴും നമ്മൾ ഒരുപാട് പിന്നിലായിപ്പോയി. ഇനി ഈ കണക്കുകളിലേക്കൊന്ന് നോക്കിയേ. ശരിക്കും കണ്ണ് തള്ളിപ്പോകും. കർണാടകയും തെലങ്കാനയും ലക്ഷക്കണക്കിന് കോടിയുടെ IT എക്സ്പോർട്സ് നടത്തുന്നു. അത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഉത്തർപ്രദേശ്. പണ്ട് വെറും 500 കോടി മാത്രം എക്സ്പോർട്ട് ഉണ്ടായിരുന്ന UP ഇന്നിപ്പോൾ 30,000 കോടി കടന്ന് കേരളത്തെയും പിന്നിലാക്കിയിരിക്കുന്നു. നമ്മൾ 25,000 കോടിയിൽ നിൽക്കുമ്പോഴാണത്. എങ്ങനെയാണ് ഇങ്ങനൊരു മാറ്റം വന്നത്? അപ്പോ നമ്മുടെ ചെറുപ്പക്കാരിങ്ങനെ കൂട്ടത്തോടെ നാടുവിട്ടു പോകുമ്പോ കേരളത്തിന്റെ ഭാവിയെ അതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇതിന്റെ പ്രത്യാഘാതങ്ങള് നമ്മൾ ചിന്തിക്കുന്നതിലും വലുതായിരിക്കും.
ഇതാണ് വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം. പണ്ടത്തെ ഗൾഫ് കുടിയേറ്റം പോലെയല്ല ഇത്. അന്നുള്ളവര് പണം നാട്ടിലേക്ക് അയച്ചു, അവസാനം തിരികെ വന്നു. എന്നാൽ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോ നമ്മുടെ ചെറുപ്പക്കാരയക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്ന പ്രായമായവർ മാത്രമുള്ളൊരു നാടായി കേരളം മാറുമോ എന്ന വലിയൊരു ഭയമുണ്ട്. അപ്പോ അവസാനം നമ്മൾ ഈ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് നിൽക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ നാടിനു വേണ്ടി, നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരു കാലം അതെന്നു വരും? ഇതാലോചിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി.